ഹായ് ഹലോ ഫ്രണ്ട്സ്, കറുത്തമുത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. 5 സെൻറ്റ് സ്ഥലവും അതിൽ 800 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു ഫാമിലിക്ക് താമസിക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു വീടുമായിട്ടാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അതും എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ലൊരു ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്, ജനവാസ മേഖലയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്സ് വീഡിയോസ് ആണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട്, വില അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ ഒന്ന് കണ്ടു നോക്കുക. വരൂ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി ടൗണിൽ നിന്നും 9 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലമുള്ളത്. കിഴക്കഞ്ചേരി പഞ്ചായത്താണ്. ബസ് റൂട്ടിൽ നിന്നും 150 മീറ്റർ അകലത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ബസ് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മെയിൻ ടൗണാണ്. ആ മെയിൻ ടൗണിൽ നിന്ന് വെറും 150 മീറ്റർ അകലം മാത്രമേ ഈ വീട്ടിലേക്കുള്ളൂ. കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു വഴിയാണ് ഇവിടേക്കുള്ളത്. കോൺക്രീറ്റ് റോഡിൽ നിന്നും വീട്ടിലേക്ക് വരുന്നതും 4 അടി കോൺക്രീറ്റ് റോഡാണ്. എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ലൊരു സ്ഥലവും വീടുമാണ് നമ്മളിപ്പോൾ കാണുന്നത്. വെള്ളം, വഴി, കറണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാണ്. ഇനി നമുക്ക് വീടൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് വീടും പരിസരവും എല്ലാതും. വീടൊക്കെ മിറ്റൊക്കെ നല്ല രീതിയിൽ തന്നെ കെട്ടി നല്ല വൃത്തിയാക്കി ചെയ്തിട്ടുണ്ട്. ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്ലാവും 2 കായ്ക്കുന്ന തെങ്ങുകളും പ്ലാവും കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. 5 സെൻറ്റ് സ്ഥലമാണെങ്കിൽ പോലും അത്യാവശ്യം വേണ്ട എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുള്ളൊരു വീടാണ്. ബാത്റൂം പുറത്താണ്. 2 ബെഡ്റൂമുകളാണുള്ളത്. ആദ്യം നമുക്ക് വീടും പരിസരമൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ചുറ്റുപാടും വീടുകളൊക്കെ ധാരാളം കാണാനായിട്ട് പറ്റും. ജനവാസ മേഖലയാണ്, ജന്മന്തീർ ഭൂമിയാണ്. എല്ലാ പേപ്പർ വർക്കുകളും ക്ലിയർ ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. വെള്ളത്തിനായിട്ട് വാട്ടർ കണക്ഷനാണ് ഇവിടെ ഉള്ളത്. ധാരാളം വെള്ളം ലഭിക്കുന്ന വാട്ടർ കണക്ഷനാണ് ഇവിടെ ഉള്ളത്. അതുപോലെ ഇതൊക്കെയാണ് ചുറ്റുപാടും കാര്യങ്ങളെല്ലാതും. തൊട്ടടുത്തുള്ള വീടുകളെല്ലാതും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. നമുക്കിനി വീടിൻ്റെ ചുറ്റുപാടൊക്കെ മുഴുവനായി കണ്ടതിന് ശേഷം അകത്തുള്ള കാര്യങ്ങളും കൂടെ പറയാം. അധികം വിലയൊന്നും ഈ സ്ഥലത്തിനാകുന്നില്ല. പ്ലാവൊക്കെ കാച്ചു നിൽക്കുന്നത് കാണാം. കുറഞ്ഞ സൗകര്യത്തിലാണെങ്കിൽ പോലും എല്ലാ അത്യാവശ്യ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. കൃഷികളാണെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചകളൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല രസമായിട്ടുണ്ട്. അതുപോലെ ഇനി വീടിനകത്തുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടു നോക്കാം. 2 ബെഡ്റൂമുകളാണുള്ളത്. 2 ബെഡ്റൂം, ഹാള്, കിച്ചൺ, അങ്ങനെയുള്ള എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ല സ്ഥലമാണ്. ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം 2 ബെഡ്റൂമും ഹാളും കൂടിയിട്ടുള്ള ഭാഗമാണ് വാർത്തിട്ടുള്ളൂ. പിന്നെ ബാക്കിലൊക്കെ ഉള്ളത് ഓടാണ് ഇട്ടിട്ടുള്ളത്. 2 ബെഡ്റൂമുകളും ഹാളെല്ലാതും വാർത്തിട്ടുണ്ട്. അത്യാവശ്യം സൗകര്യമുള്ള ഒരു വീടാണ്. തേച്ച് മിനുക്കിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. അത്യാവശ്യം ഒരു ഫാമിലിക്ക് താമസിക്കാനായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. ബെഡ്റൂമുകളൊക്കെ അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമുകളാണ്. ഈ കാണുന്നതാണ് ഹാള്. 2 ബെഡ്റൂമുകളാണ് ഇതിനകത്തുള്ളത്. പുറത്തും അതുപോലെ വിറകടുപ്പ് കത്തിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു വീടും ചുറ്റുപാടൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് കരുതുന്നു. ചെറിയ വിലയിലുള്ള വീടുകളും സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ തന്നെയാണിത്. ഈ സ്ഥലത്തിൻ്റെ 150 മീറ്റർ അകലത്തിൽ ഈ പ്രദേശത്തെ ടൗണാണ്. ഇവിടെ നിന്ന് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ അവിടേക്കുള്ളൂ. ഈ വീടിൻ്റെ ചുറ്റിലും സ്കൂളുകളാണ്. ഒരു ഭാഗത്ത് ഗവൺമെൻറ് സ്കൂളാണെങ്കിൽ മറ്റേ ഭാഗത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. അതുപോലെയുള്ള സർക്കാർ സ്ഥാപനങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ, ഓഡിറ്റോറിയം, ബാങ്ക്, റേഷൻ കട തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ്. പള്ളികൾ, മോസ്കുകൾ, അമ്പലങ്ങൾ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും കൂടിയ നല്ലൊരു അടിപൊളി ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. കൂടാതെ ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. ഹോസ്പിറ്റലിലേക്കൊക്കെ നമുക്ക് നടന്നു പോകേണ്ട ദൂരമേ ഉള്ളൂ. ഈ പറഞ്ഞ എല്ലാ ഇതിലേക്കും നമുക്ക് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. അത്ര അടുത്താണ് ടൗണും എല്ലാ കാര്യങ്ങളും ഉള്ളത്. വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സ്ഥലവും സൗകര്യത്തോടു കൂടിയിട്ടുള്ളൊരു വീടാണ്. ഇതാണ് നോർമലായിട്ടുള്ള അടുക്കള. ഇവിടെ ഗ്യാസൊക്കെ വെച്ച് നമ്മൾ കുക്ക് ചെയ്യുന്ന സ്ഥലമാണ്. ഈ ഒരു ഭാഗത്ത് ഓടാണ് ഇട്ടിട്ടുള്ളത്. ഫ്രണ്ട് ഭാഗമാണ് വാർത്തിട്ടുള്ളൂ. ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത് ഓടാണ്. നല്ലൊരു വീടാണിത്.
എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീടാണ്. ചെറിയൊരു വീടാണെങ്കിൽ എല്ലാവിധ സൗകര്യങ്ങളും അത് ടൗണിനോട് ചേർന്ന് കിടക്കുന്നതൊക്കെ ആയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ്. ആരും കണ്ടാൽ കൊതിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. മുമ്പ് പറഞ്ഞതുപോലെ ഇതൊരു ജന്മന്തീർ ഭൂമിയാണ്. എല്ലാ പേപ്പർ വർക്കുകളും ക്ലിയർ ആയിട്ടുള്ളൊരു സ്ഥലം കൂടിയാണിത്. അതുപോലെ ഈ സ്ഥലത്തിൽ കുറച്ച് ലോൺ വെച്ചിട്ടുണ്ട്. അത് അടച്ച് തീരാറായിട്ടുള്ള ലോണാണ്. വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ അത്യാവശ്യക്കാരായതിനാൽ തന്നെ അല്പം വില താഴ്ത്തി കിട്ടാനും സാധ്യതയുണ്ട്. ഇതിലടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ വിശദമായി തന്നെ പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഇതാണ് വീടിനകത്തുള്ള കാര്യങ്ങളും സൗകര്യങ്ങളെല്ലാതും ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ വീടിനകത്തുള്ള എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പുറത്തും കൂടെ ഒന്നുകൂടെ നമുക്ക് കണ്ടതിന് ശേഷം വിലയും കാര്യങ്ങളെല്ലാതും പറയാം. വളരെ വൃത്തിയായിട്ട് നല്ല മുറ്റമൊക്കെ നല്ല 4 സൈഡും നല്ലപോലെ കെട്ടി തിരിച്ചിട്ടുള്ളൊരു സ്ഥലമാണ്. ടൗണിനോട് ചേർന്ന് കിടക്കുന്നതിനാൽ തന്നെയാണ് വീടുകൾ ഇത്ര തൊട്ടടുത്ത വീടുകളെല്ലാം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അത്ര സൗകര്യത്തിലാണ് ഈ സ്ഥലമുള്ളത്. നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ടൗൺ കാണാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ സൂര്യനെ കണ്ട ഭാഗം ടൗണാണ്. എല്ലാ രീതിയിലും വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സൗകര്യത്തോട് കൂടിയിട്ടുള്ളൊരു സ്ഥലവും വീടുമാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടിട്ടുള്ളത്. ഇതാണ് വീടിന് ചുറ്റുമുള്ള കാഴ്ചകളല്ലാതെ വളരെ വൃത്തിയായിട്ട് തന്നെ കൊണ്ടു നടക്കുന്ന ഒരു വീടാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത്. പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കുറഞ്ഞ വിലയിലും അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങൾ നമ്മളിനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് പുറത്തുള്ള അടുക്കള. സ്ഥലങ്ങൾ വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. ഇങ്ങനെയൊക്കെയാണ് ഇതിനകത്തുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ചെറിയ വിലയിലും അതുപോലെ തന്നെ നല്ല സൗകര്യങ്ങളുള്ള വീടുകളൊക്കെ അന്വേഷിക്കുന്നതിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇത്രയും സൗകര്യത്തോട് കൂടിയിട്ടുള്ള ടൗണിനോട് ചേർന്നിട്ടുള്ളൊരു വീട് സ്ഥലവും കിട്ടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ സ്കൂളിൽ പോണ പിള്ളേരൊക്കെ ഉള്ളവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിരിക്കും. കായ്ക്കുന്ന 2 തെങ്ങുകളും അതുപോലെ കായ്ക്കുന്ന പ്ലാവൊക്കെ ഉണ്ട്. വീട്ടാവശ്യങ്ങൾക്കും അതുപോലെ എണ്ണ ഇടാനൊക്കെ ആവശ്യമായിട്ടുള്ള തേങ്ങയൊക്കെ നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ആവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനി നമുക്ക് ഈ സ്ഥലത്തിൻ്റെയും വീടിൻ്റെയും വില പറയാം. 5 സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത്. 5 സെൻറ്റ് സ്ഥലത്തിനും ഈ 800 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള അതിമനോഹരമായിട്ടുള്ളൊരു വീടിനും കൂടെ ചോദിക്കുന്ന വില 10 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 10 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ആവശ്യക്കാർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക. നേരിട്ട് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കുറച്ച് വില താഴ്ത്തി കിട്ടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ആവശ്യക്കാർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായെന്ന് കരുതുന്നു. വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ രീതിയിൽ തന്നെയാണ് വീഡിയോ ചെയ്തിട്ടുള്ളതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.